ഹലോ സ്റ്റുഡൻസ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രോഗ്രാമും കൂടെ ഡിസ്കസ് ചെയ്യാം. ഇതും സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. പക്ഷേ ഐഡിയ എന്താണ്, അതായത് പ്രോഗ്രാമിൻ്റെ ലോജിക് അറിഞ്ഞാൽ മാത്രമേ ഈ പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. സംഭവം ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമാണ്. 3 സൈഡ്സ് തന്നാൽ അതുപയോഗിച്ച് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ബേസിക്കായിട്ട് അറിയേണ്ട ഒരു ഇക്വേഷനുണ്ട്. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ 3 സൈഡ്സ് തന്നാൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ ഈ പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് ഉപയോഗിച്ച് ഈ പ്രോഗ്രാമിൻ്റെ അൽഗോരിതമാണ് ഞാൻ ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത്. അൽഗോരിതം എഴുതിയൊന്നും നോക്കണമെന്നില്ല, പക്ഷേ അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് ആദ്യം ഈ അൽഗോരിതത്തെ പറ്റിയൊരു ഐഡിയ വേണം. എന്തൊക്കെ ഡാറ്റയാണ് കളക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ ഇൻപുട്ടാണ് വേണ്ടത്, അതുപയോഗിച്ച് എന്തൊക്കെ ഇക്വേഷൻ ഇട്ട് കൊടുത്ത് എങ്ങനെയാണ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടിയാണ് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അൽഗോരിതം ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം 3 സൈഡ്സ് ഇൻപുട്ട് ചെയ്യാനായിട്ട് പറയും. ആ ഇൻപുട്ട് ചെയ്യുന്ന സൈഡ്സിനെ സം ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോഴാണ് എസ് എന്ന് പറയുന്ന ആ ഒരു ടേം കിട്ടുന്നത്. എന്നിട്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതായത് സ്ക്വയർ റൂട്ട് എടുത്തിട്ട് ഈ ഇത്രയും വലിയ ടേമിൻ്റെ സ്ക്വയർ റൂട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി. അപ്പം അതിൽ എസ് ആണ് നമ്മളിവിടെ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് എസ് എന്ന ടേമിൻ്റെ വാല്യൂയാണ് കണ്ടെത്തിയത്. എന്നിട്ട് ഈ ഇക്വേഷൻ ഫോം ചെയ്യുക, അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴേക്കും ഏരിയ കിട്ടും. ആ ഏരിയ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. ആദ്യം എൻ്റെ 3 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 3 സൈഡ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡെസിമൽ പോയിൻറ്റ്സ് ഉള്ള ഡെസിമൽ വാല്യൂസ് ഉള്ള നമ്പറാണ്. അപ്പം അതുകൊണ്ട് ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിലായിരിക്കണം ഈ 3 വേരിയബിൾസും ഡിക്ലെയർ ചെയ്യേണ്ടത്. ആ 3 വേരിയബിൾസ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപയോഗിച്ച് ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഔട്ട്പുട്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഔട്ട്പുട്ട്. ഈ പ്രോഗ്രാം എഴുതാനായിട്ട് നമുക്ക് പുതിയൊരു ഫംഗ്ഷൻ്റെ ആവശ്യമുണ്ട്. SQRT, അതായത് ഒരു ന്യൂമറിക്കൽ വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ഫംഗ്ഷനാണ് ഈ SQRT എന്ന് പറയുന്നത്. ഒരു ലൈബ്രറി ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്ന സംഭവം നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിൽ ലാസ്റ്റ് പോർഷനിൽ വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഈ ഫംഗ്ഷൻസിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇവിടെ ഇപ്പോൾ ഒരു SQRT എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ട്. അതൊരു ഫംഗ്ഷനാണ് വിത്ത് 2 ബ്രാക്കറ്റ്സ്. ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ എന്തെങ്കിലും ന്യൂമറിക്കൽ വാല്യൂ ഇട്ടുകൊടുക്കും. ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വേഷൻ അതിൻ്റെ അകത്ത് റെപ്രസെൻറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂ അല്ലെങ്കിൽ ആ ഇക്വേഷൻ എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് എന്താണോ അതിൻ്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും ഇത് ഔട്ട്പുട്ടായിട്ട് തരുന്നത്. ഈ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആ SQRT എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് സ്ക്വയർ റൂട്ട് കണ്ടെത്തുന്നത്. അപ്പോൾ ഈ SQRT എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഹെഡർ ഫയൽ അഡീഷണലായിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഹെഡർ ഫയൽ ആഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെയുള്ളത്. CMath എന്ന ഹെഡർ ഫയലും കൂടെ ഇവിടെ ആഡ് ചെയ്യണം. കാരണം CMath എന്ന ഹെഡർ ഫയലിലാണ് SQRT എന്ന് പറയുന്ന ഫംഗ്ഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫംഗ്ഷൻ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ആദ്യമേ തന്നെ ആ ഹെഡർ ഫയലിനും കൂടെ ഇവിടെ മെൻഷൻ ചെയ്യണം. ആ ഹെഡർ ഫയൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എങ്കിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ SQRT എന്ന് പറയുന്ന കീവേഡ് റെക്കഗ്നൈസ് ചെയ്തില്ല എന്ന ഒരു എറർ ആയിരിക്കും കമ്പൈലർ തരുന്നത്. അപ്പോൾ ഈ SQRT എന്ന് പറയുന്ന ടേം റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു ഹെഡർ ഫയലും കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ CMath എന്ന് പറയുന്ന ഹെഡർ ഫയലിൽ ഇങ്ങനെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള ഒരുപാട് ഫംഗ്ഷൻസ് ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും CMath എന്ന് പറയുന്ന ഹെഡർ ഫയലിനെ പറ്റി. അപ്പോൾ നമ്മൾ ആദ്യം IOStream എന്ന ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ CMath എന്ന് പറയുന്ന ഹെഡർ ഫയലും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക പ്രോഗ്രാം എഴുതുമ്പോൾ. അത് കഴിഞ്ഞിട്ട് യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതി എന്നിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനും കൂടെ കൊടുത്തു. C++ പ്രോഗ്രാം ടു ഫൈൻഡ് ദി ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് 3 സൈഡ്സ് ആർ ഗിവൻ. ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ വെറുതെ ഷോയ്ക്ക് വേണ്ടി നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതി. അത് കഴിഞ്ഞിട്ട് ഇൻഡ് മെയിൻ കൊടുത്ത് നമ്മൾ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ആക്ച്വലി 3 ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിൾസ് വേണം ഈ 3 എൻട്രി ചെയ്ത് കൊടുക്കുന്ന ഈ ഇൻപുട്ട് വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ. അതുപോലെ തന്നെ ഇവിടെ ഈ S എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ S എന്ന് പറയുന്ന ടേമിലോട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും ഒരു വേരിയബിൾ വേണം. അതും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള വേരിയബിളാണ്. അതുപോലെ തന്നെ ആ S എന്ന് പറയുന്ന ടേം ഉപയോഗിച്ച് ഈ ഒരു ഇക്വേഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഏരിയ കിട്ടും. ആ ഏരിയ എന്ന് പറയുന്ന ആ വാല്യൂ സ്റ്റോർ ചെയ്യാനും നമുക്കൊരു വേരിയബിൾ വേണം. അപ്പോൾ അതിനും ഏരിയ എന്ന് പറയുന്ന പേരിലുള്ള ഒരു വേരിയബിളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ മൊത്തം 5 വേരിയബിൾസാണ് നമ്മളിവിടെ ഈ പ്രോഗ്രാമിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തത്. നമ്മൾ ആദ്യമേ തന്നെ അങ്ങ് എഴുതി. നമുക്ക് അറിയാവുന്നതുകൊണ്ട് 5 വേരിയബിൾസിൻ്റെയും പേര് ആദ്യമേ തന്നെ അങ്ങ് ഡിക്ലെയർ ചെയ്തു. ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പിൽ ABC, S, C ഇങ്ങനെ 5 വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു.
എന്നിട്ട് നമ്മൾ ആദ്യം ചോദിക്കുന്നു എൻ്റെ 3 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ എന്ന സംഭവം എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസ് നമ്മൾ ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് അത് കൊടുക്കുന്നു. ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് എൻ്റെ 3 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് സി ഇൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ കേഴ്സർ വെയിറ്റ് ചെയ്യുന്നത്, നമ്മുടെ എന്തെങ്കിലും ഇൻപുട്ടിന് വേണ്ടി കേഴ്സർ വെയിറ്റ് ചെയ്യുന്നത്. 3 ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യണം എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആദ്യം എൻ്റർ ചെയ്യുന്ന വാല്യൂ എ എന്ന വേരിയബിളിലോട്ടും രണ്ടാമത്തെ വാല്യൂ ബി എന്ന വേരിയബിളിലോട്ടും മൂന്നാമത് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ സി എന്ന വേരിയബിളിലോട്ടും സ്റ്റോർ ആവുന്നു. അപ്പോൾ ഈ 3 വേരിയബിൾസും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അപ്പം ഡെസിമൽ പോയിന്റിലുള്ള വാല്യൂസിനെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതുപയോഗിച്ച് എസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ബൈ 2 എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ പ്ലസ് ബി പ്ലസ് സി ഒരു ബ്രാക്കറ്റിൻ്റെ അകത്താണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മൊത്തത്തിൽ ഡിവൈഡ് ബൈ സ്ലാഷ് കൊടുത്താൽ ഡിവൈഡ് ബൈ എന്നാണ് അർത്ഥം. ഡിവൈഡ് ബൈ 2 കൊടുത്തു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യപ്പോൾ ഈ പാർട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് എന്താണോ അതിനെ എസ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏരിയ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് SQRT എന്ന ആ ഫംഗ്ഷൻ്റെ ആ കീവേഡ് എഴുതി എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഈ ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് ഇതാ ഇവിടെയാണ് ക്ലോസ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ അകത്താണ് ഈ ടേം ഇത്രയും എഴുതുന്നത്. എസ് ഇൻറ്റു എസ് മൈനസ് എ, ഈ എസ് മൈനസ് എ സെപ്പറേറ്റ് ബ്രാക്കറ്റിൻ്റെ അകത്ത് വേണം. ഇൻറ്റു എസ് മൈനസ് ബി അതും ബ്രാക്കറ്റിൻ്റെ അകത്ത് വേണം. ഇൻറ്റു എസ് മൈനസ് സി, അങ്ങനെ ഇതാ ഈ കൊടുത്തിരുന്ന ഈ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഈ SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ 2 ബ്രാക്കറ്റ് ഉണ്ട്. ആ 2 ബ്രാക്കറ്റിൻ്റെ അകത്താണ് ഞാൻ ഇത്രയും ഒരു ഇക്വേഷൻ ഫോം ചെയ്തത്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പം ആദ്യം ഈ ടേം ആയിരിക്കും, ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്ത് ഒരു വാല്യൂ കണ്ടെത്തുന്നത്. എന്നിട്ട് ആ വാല്യൂവിൻ്റെ, ആ ന്യൂമറിക്കൽ വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ട് എന്താണോ അതാണ് ഈ ഏരിയ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഏരിയയും കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ആ ഏതെങ്കിലും ഡിസ്പ്ലേ ചെയ്താൽ മതി. ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്ന സംഭവം ഡിസ്പ്ലേ ചെയ്താൽ മതി. ഇവിടെ ഡബിൾ കോഡ്സിൻ്റെ അകത്ത് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഈസ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഏരിയ ഈ വാല്യൂ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അതിന് ഈ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇട്ടിട്ട് ഏരിയ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ നെയിമും ഒന്ന് മെൻഷൻ ചെയ്തു. പിന്നെ റിട്ടേൺ 0, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് 3 സൈഡ്സ് തന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം. അപ്പോൾ ഇവിടെ പുതിയതായിട്ട് നമ്മൾ പഠിച്ചതെന്ന് വെച്ചാൽ ഒരു ഹെഡർ ഫയൽ, CMath എന്ന് പറഞ്ഞ ഹെഡർ ഫയലിനെ പറ്റി പഠിച്ചു. മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് വരുന്ന ഹെഡർ ഫയലാണ് CMath എന്നുള്ളത്. അപ്പം ഇങ്ങനത്തെ SQRT അല്ലെങ്കിൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് അല്ലെങ്കിൽ വേറെയും മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഉള്ളതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ പഠിക്കും. അപ്പോൾ ആ ഫംഗ്ഷൻസ് എല്ലാം പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുവെങ്കിൽ CMath എന്ന ഹെഡർ ഫയലും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപയോഗിച്ച് ഈ പ്രോഗ്രാം ഈസി ആയിട്ട് SQRT സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത്. ഇതൊരു ലൈബ്രറി ഫംഗ്ഷനാണ്. നമ്മൾ ഫംഗ്ഷൻസിനെ പറ്റി സെക്കൻഡ് മോഡ്യൂളിൽ പഠിക്കും. അപ്പോൾ ഇതാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള പ്രോഗ്രാം. എക്സാമിന് കൂടിപ്പോയ ഈ ഒരു പ്രോഗ്രാമൊക്കെ ചോദിച്ചെന്ന് വരും. ഇതൊക്കെ വളരെ ഈസിയാണ്. 10 മാർക്കിന് ചോദിച്ചാൽ മുഴുവൻ മാർക്ക് ഒപ്പിക്കാൻ പറ്റും. അത്രത്തോളം സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. ഇത്രയും സിമ്പിളായിട്ടുള്ള പ്രോഗ്രാം ചോദിക്കില്ല എന്നാണ് തോന്നുന്നത്. സാധാരണ അങ്ങനെ ചോദിക്കാറില്ല. സെക്കൻഡ് മോഡ്യൂളിലുള്ള ടോപ്പിക്സിൽ നിന്നാണ് സാധാരണ പ്രോഗ്രാംസ് ചോദിക്കുന്നത്. അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ മുതൽ ഫസ്റ്റ് മോഡ്യൂളിലെ തിയറി പോർഷൻസ് നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.